والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين ومن اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ബഹുമാന്യരായ അധ്യക്ഷന്മാരെ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, വിശിഷ്യ സുന്നി പണ്ഡിതന്മാരെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരന്മാരുള്ളൂ, ഇത്ര മതി. ഇപ്പൊ ഇവിടെ നമ്മളെ ഫൈസൽ ഹസന് വിഷയം അവതരിപ്പിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മൂപ്പർക്ക് ഇപ്പോ വേറെ പുറത്തുനിന്ന് എന്തൊക്കെ പ്രചോദനമാകുന്നുണ്ട്. മരിച്ചോലൊക്കെ വിട്ടു. ഇപ്പൊ ജിന്നിന്റെയും ശൈത്താന്റെയും മലക്കിന്റെയും പുറകെ കൂടി എന്തോ നേട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പൊ മരിച്ചോലില്ല. പക്ഷെ ഓതി ആയത്തെന്താ? ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് ഉപദേശിക്കുന്ന ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് ചൊല്ലിയിട്ട് നേരെ പോയത് എവിടേക്കാ? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. പരിശുദ്ധ ഖുർആൻ ഓതുക, അല്ലാഹ് പറഞ്ഞ നേരെ എതിര് ചെയ്യുക. കണ്ടോ? നോട്ട് കഴിഞ്ഞില്ല. അതിന്റെ ബാക്കി എന്തേ ഓതിയിരുന്നത്? മുജീറഇർലി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. അത് കഴിഞ്ഞിട്ട് അങ്ങ് എന്നെ താങ്കളുടെ മുരീദന്മാരിൽ പെടുത്തണമേ. ഒമിൻ അബീദിക അബ്ദൻ തായൻ അദ്വം, അങ്ങയുടെ അടിമയുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണമേ. എന്താ അവിടെ എത്തിയപ്പോ ഫൈസൽ ഹസനിക്ക് എന്താ ഒരു വിഷമം? പറഞ്ഞോളി, എന്നെ അങ്ങയുടെ അടിമയാക്കണേ മൊയ്തീൻ ശൈഖേ. സുബ്ഹാന ജല്ല ജലാലു. പറ്റിയ അബദ്ധം കണ്ടോ? ഖുർആൻ നിഷേധിച്ച് ആരുണ്ടാക്കിയതാ? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഈ സദഖത്തുല്ലാഹിൽ ഖാരിയെ സംബന്ധിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയത് എന്താ? ഏതോ ഒരു കുതിരപ്പട്ടാണി. ഞാൻ പറഞ്ഞല്ലാതാ. നിങ്ങളെ ആൾക്കാര് EK അബൂബക്കർ മുസ്ലിയാരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പതിയോട് വാദപ്രതിവാദം നടത്തിയപ്പോൾ EK പറഞ്ഞു പോലും ഏതെങ്കിലും കുതിരപ്പട്ടാണികൾ വല്ലതും എവിടെയെങ്കിലും എഴുതി വെച്ചത് സ്വീകാര്യമല്ല എന്നായിരുന്നു EKയുടെ മറുപടി. സദഖത്തുല്ലാഹിൽ ഖായിരിയെയാണോ താങ്കൾ കുതിരപ്പട്ടാണിയാക്കുന്നത് എന്ന് പതി വീണ്ടും ചോദിച്ചപ്പോൾ അതുപോലെ എത്ര കുതിരപ്പട്ടാണികളുണ്ട്? EK പറഞ്ഞ ആ കുതിരപ്പട്ടാണിന്റെ ബെയ്ത്താ ചെല്ലിയത്. എന്ത് വിട്ടിട്ട് അള്ളാന്റെ ഖുർആൻ തോട്ടുകാണ് വലിച്ചെറിയ. എന്നിട്ട് കുതിരപ്പട്ടാണിന്റെ യാ സയ്യിദീന്നും വിളിച്ച് നടക്ക. അയ്യേ, മോശം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി പറഞ്ഞുതരാം. ഫൈസലിന് ഫൈസൽ ഹസനിക്ക് ഇപ്പൊ മനസ്സിലാവും. ഫൈസൽ ഹസൻ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നത്? ഫറോക്കടുത്ത് കോടംപുഴ എന്ന സ്ഥലം. നിങ്ങൾ വിളിച്ചത് ഇപ്പൊ ആരെയാണ്? എന്റെ സയ്യിദി സനദി എന്റെ കയ്യ് പിടിച്ചേണേന്ന് പറഞ്ഞ് തേടിയപ്പോ ആരോടാ? ഏകദേശം ഒരു 100 കൊല്ലം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മുഹിയുദ്ദീൻ ശൈഖിനോട്. എന്ന് വെച്ചാൽ താങ്കളുടെ 8 തലമുറ, ചുരുങ്ങിയത് 8-10 തലമുറ അന്ന് ജനിച്ചിട്ടില്ല ഈ ലോകത്ത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? ഇതാ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ്. വേഗം മനസ്സിലാക്കി. ഇന്ത്യ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ്, ഉപഭൂഖണ്ഡമാണ് ഇന്ത്യ. അല്ല, ഏഷ്യൻ വൻകര. അതിൽപ്പെട്ടൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ നല്ലോ കേട്ട ചിരിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, വിടൂല. ഞങ്ങളവിടെ സൈക്കിളും വീണ ആൾക്കാരും ചിരിക്കല സാധാരണ. എന്നിട്ട് മറവില് പോയിട്ട് വല്ല തുപ്പല വരട്ടി ഉയ്യോക്കും. എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ വിദ്യാക്കിയതാ. അക്കൂട്ടത്തിൽ നിങ്ങൾ ആവരുത്. ഞങ്ങൾക്ക് തന്നെ ഒരു മോശമൊക്കെ ഉണ്ട്. കേട്ടോ, അതിലേ പറയരുത്. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ ഇന്ത്യ രാജ്യത്ത് കുറെ സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ പെട്ട കേരള സ്റ്റേറ്റ്, കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്. ആ ജില്ലയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഈ ഫറോക്ക് പ്രദേശത്ത് നിന്നാ ഇന്നപ്പോ ഫൈസൽ ഹസനി വിളിക്കുന്നുണ്ട്. അവര് തൗഹീദിന്റെ വക്താക്കളുമായി സംവാദത്തിന്റെ വക്കിലിരുന്ന് ഇടങ്ങേറാകുന്നുണ്ട്. ഇപ്പൊ ഞാൻ കയ്യ് പിടിക്കും. ഏതു ഭാഷയിലാ പറഞ്ഞത്? മലയാളത്തില്.
മുഹിയുദ്ദീൻ ഷേഖിന്റെ ഭാഷ എന്തായിരുന്നു? അറബി. ഇപ്പൊ ഫൈസൽ അഹ്സനി മനസ്സിലാക്കുന്നു, ഈ ഇന്ത്യ രാജ്യത്തുള്ള ഫറോക്കിൽ വെച്ച് മുഹിയുദ്ദീൻ ഷേഖിനെ ഏതു ഭാഷയിൽ ഞാൻ വിളിച്ചാലും അദ്ദേഹം എന്നെ അറിയുകയും കേൾക്കുകയും എന്റെ കൈ പിടിച്ച് സഹായിക്കുമെന്ന് വിശ്വസിച്ചില്ലേ? ആ വിശ്വാസമാണ് തെറ്റ്. അത് മനസ്സിലാക്കിക്കൊള്ളിക്കട്ടോ. എന്നിട്ട് ഈ കുതിരപ്പട്ടാണി വിശേഷിപ്പിക്കപ്പെട്ട ഇതിനെന്തൊക്കെ കണ്ടോ? അദ്ദഖീറത്തു സഫിയ്യ ബിശറഹിൽ ഖസീദത്തുൽ ഖുതുബിയ്യ ലിൽ ഫഖീർ അബി മുഹമ്മദ് അൽ ഖാദിർ വൈലത്തൂരിന്റെ വക വേറൊരു വ്യാഖ്യാനം. വേറൊന്ന് കുതുബിയ്യത്തിന് അബ്ദുസമദ് ഫൈസിന്റെ വേറെ വക. എന്ത് കൊണ്ടുവന്നാലും പരിശുദ്ധ ഖുർആനോട് മത്സരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ അതിനൊരു പ്രസക്തി ഇല്ലാതെ ആകുകയാണ്, അല്ലേ? പിന്നെ പറഞ്ഞു ഇന്നമാ വലിയുക്കുമുല്ലാഹു കേട്ടാണ് വരിങ്ങൾ. അപ്പൊ കാണിച്ചു തരാം. എന്റെ സാധു ചുരുങ്ങിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു 10ഓളം സ്ഥലത്ത് പറഞ്ഞിട്ട് അള്ളാഹ് മാത്രം നിങ്ങളെ സഹായി. കണ്ടോ? നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽ മുഅ്മിനല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. അല്ലേ? എന്നാ അള്ളാഹ് പറഞ്ഞു കേട്ടോ, മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാനെ കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയുമില്ല, ഒരു സഹായില്ല. എവിടൊക്കെ പറഞ്ഞു? സൂറത്ത് ബഖറ 107 പഠിച്ച് എഴുതിച്ചോളി. അത് മാത്രം ഇന്നമാ വലിയുക്കുമേ കൂടണ്ട, അത് പറയും. അപ്പൊ പറഞ്ഞതിന്റെ ബാക്കി സൂറത്ത് ബഖറ 107, തൗബ 120, 74-ാമത്തെ ആയത്ത്, 116 തൗബയില്, റായിദ് 37, കഹ്ഫ് 26, അൻകബൂത്ത് 22, സജദ 4, സൂറ 8, സൂറ 31, 44. കേട്ടോ? ടോട്ടല് 11 സ്ഥലത്ത് അള്ളവിടെ പറഞ്ഞു മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാനെ കൂടാതെ സഹായില്ല എന്ന് പറഞ്ഞു. എന്താ ഈ 11 ആയത്ത് എന്തുകൊണ്ട് നിങ്ങൾ വലിച്ചെറിയുന്നു? നിങ്ങൾ ഖുർആൻ നിഷേധികളാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. എന്റെ വലിയ അള്ളയാണ്, അത് പ്രഖ്യാപിക്കാനാ പറഞ്ഞത്. അതിന് നിങ്ങൾ ഈമാനികമായി, വിശ്വാസപരമായി, ആദർശപരമായി എന്നാ നിങ്ങൾ ഉയരുക? പടച്ചോനെ എന്റെ വലിയ നാഥ നീ മാത്രമാണ്. അത് വിട്ടിട്ട് നേരെ നിസ്കരിക്കുന്ന ആളിന്റെ വലിയ ആരാ നിസ്കരിക്കുന്ന ആള്? നാട്ടിലെ മാമാക്കുണ്ടാവും, അദ്രാമുട്ടിയാക്കുണ്ടാവും, ഔലാക്കുണ്ടാവും, ഇവരൊക്കെ എന്റെ വലിയങ്ങളാന്ന് പറഞ്ഞ് ഈ മരിച്ചവരോടുള്ള ഈ തേട്ടം, മരിച്ചവരുമായി ബന്ധപ്പെട്ട ഈ അവസ്ഥ പരിശുദ്ധ ഖുർആൻ അതിശക്തമായി നിരോധിച്ച കാര്യം, അത് എവിടെ നിന്നാണോ നിങ്ങൾ ഒഴിവാക്കി വരുന്നത് അന്നേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. പിന്നെ സംസം വെള്ളം കുടിച്ചാൽ ശിർക്കാവുന്ന ആരാ സാധു അങ്ങനെ പറഞ്ഞത്? വെറുതെ വാദപ്രതിവാദം എങ്ങനെ രക്ഷപ്പെടിച്ച് കള്ളത്തരം പറയില്ല. എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? സംസം വെള്ളത്തിൽ അതിനെ സംബന്ധിച്ച് കുടിച്ചാൽ അത് ശിർക്കാവുന്ന ആരാ പറഞ്ഞത്? എവിടെ പറഞ്ഞത്? ഈ ആൾക്കാർ ഇറ്റങ്ങൾക്ക് ഒന്നും തിരിയില്ല. അയിറ്റങ്ങൾക്ക് അല്ലാഹു അക്ബർ തക്ബീർ എല്ലികളൊന്ന് വിശ്വസിച്ച് അവനവന്റെ കൂടെ ഉള്ള ആൾക്കാരെ പരിഹസിക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് കാര്യം വേഗം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എവിടെ ഇങ്ങനെ പറഞ്ഞത്? അപ്പോ ഇതുപോലെ ഇനി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പിടുത്തം മലക്കും ജിന്ന അത് ബാക്കി കിട്ടും. നിങ്ങൾ വളച്ചൊടിച്ചതും തെറ്റിദ്ധരിപ്പിച്ചതും ദുർവ്യാഖ്യാനിച്ചതും എല്ലാറ്റിനും കിട്ടും. ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം. കാരണം എന്താണോ, ഈ കുതുബിയത്തിന്റെ തലക്ക് തന്നെ ജിന്നാൾക്ക് കൊടുത്തുകാണ്ട് അവർ തുടങ്ങലല്ലേ? ജിന്നാൾക്ക് കൊടുത്തുകാണ്ട് അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിന്നിത പറയുന്നുണ്ട്. ഒരുപാട് ഇടങ്ങേറ് പിടിച്ച പേരുള്ള കുറെ ജിന്ന് വായിക്കാൻ നേരമില്ല. എന്നിട്ടോ അവർക്ക് അൽ ഫാത്തിഹ അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിന്നി കുതുബിയത്ത് അള്ളാഹു തആല ഈ 2 ലോകം നോക്കാൻ കുറെ ഷതൽകൂസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എവിടെ പറഞ്ഞത്? അങ്ങനെ കുറെ ജിന്നുകളെ ലോകം അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിൻ, ജിന്നുകളുടെയും മനുഷ്യന്മാരുടെയും ലോകം നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഷതൽകൂസ് എവിടെ സാധുക്കളെ അങ്ങനെ പറഞ്ഞു? ഒരു ആയത്തിലോ ഒരു ഹദീസിലോ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെ കേവലം കുതിരപ്പട്ടാണികൾ ഉണ്ടാക്കിയ ഈ കള്ളവാറോല പിടിച്ചു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെയും
അള്ളാഹുവിന്റെ റസൂലിന്റെ സർവ്വ അമ്പിയാക്കളുടെയും സ്വഹാബത്തിന്റെയും മാർഗം വലിച്ചെറിഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ വലാലത്തിന്റെ ഷിർക്കിന്റെ ആ പാതയിലാണ് ഇപ്പോഴും നിങ്ങൾ സഞ്ചരിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി സുന്നിപക്ഷം ഫൈസൽ ഹസനി തന്നെ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ എന്താ സംഭവിച്ചത് അറിയാം? ലത്തീഫ് മൗലവിന്റെ ഒരു പ്രസംഗത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് സംഭവിച്ചു വെച്ചാൽ മല എലിയെ പെറ്റു. എന്തിനു പറ്റും സഹോദരന്മാരെ? 10 മിനിറ്റ് ഗണ്ണിക്കാൻ വേണ്ടി സമയം തന്നിട്ട് എൻ്റെ പ്രസംഗത്തിൽ ആമുഖത്തിൽ ചൊല്ലിയ ഒരു വരിയെ പറ്റി പറഞ്ഞ് ഈ മലപ്പുറം ജില്ല എവിടെയാണ്, അതാണ് ഇതൊക്കെ. ഇത്രയും ദയനീയമായി പോയോ നിങ്ങളുടെ അവസ്ഥ? എൻ്റെ ലത്തീഫ് മൗലവി പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം വളരെ ഹ്രസ്വമായി ഒന്ന് പറയാം. അതാണല്ലോ, അതിനു വേണ്ടിയാണല്ലോ എനിക്ക് സമയം തന്നിട്ടുള്ളത്. മറ്റേത് അടുത്ത സമയത്ത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം, അമ്പിയാക്കന്മാർ ആരും തന്നെ മരിച്ചു പോയവരോട് വിളിച്ചു തേടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. പച്ച സാധു. ഇത് ഈ ശബാബ് മലയാളത്തിലല്ല, ഇതൊന്ന് വായിച്ചു പോയിക്കൂടെ? ഇത് ആരുതാ അറിയോ? ഇത് സലാം സുല്ലമി എഴുതിയ ഞങ്ങളുടെ ഔദ്യോഗിക താത്വിക ആചാര്യൻ. അദ്ദേഹം പറയുന്നു, നബിയുടെയും സഹാബിമാരുടെയും മാതൃക ഇല്ല എന്ന ഒറ്റ കാരണത്താൽ സഹായത്തേട്ടം നിഷിദ്ധമോ ശിർക്കോ കുഫ്റോ ആവുകയില്ല. മനസ്സിലായോ? നബിയുടെയും സഹാബിമാരുടെയും മാതൃകയില്ല എന്ന കാരണത്താൽ സഹായത്തേട്ടം ശിർക്കോ കുഫ്റോ ആവുകയില്ല. കഴിഞ്ഞില്ലേ കഥ? ഇതുവരെ അരമണിക്കൂർ 20 മിനിറ്റ് വിഷയം അവതരിപ്പിച്ച് ഫുള്ള് ആപ്പിലായി. ആകെ അയാൾ പറഞ്ഞത് ഫുള്ളാണ്. ഇനി ശിർക്കാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ മാതൃകയില്ലാത്ത സഹായതേട്ടം പുണ്യകർമ്മമായി തീരുന്നതാണ്. സലാം സുല്ലമിക്ക് പോയിട്ട് വിഷയം അവതരിപ്പിച്ചു കൊടുക്കുക ആദ്യം. ഒന്ന് അതേ പറയാനുള്ളൂ. രണ്ടാമതായി പിന്നെ ഇദ്ദേഹം ഇവിടെ ഓതിയ ആയത്ത്, ഒരു 13 ആയത്ത് അദ്ദേഹം ഓതി. എന്തിനാ 13 ചുരുക്കി? വലാദിയാത്തി ലബ്ഹാ വൽമൂരിയാത്തി ഖദ്ഹ. ഇതൊക്കെ ഓതിക്കൂടെ? ഖുർആനിൽ എത്ര 114 ആയത്തില്ലേ, 114 സൂറത്തില്ലേ? ഞാൻ അപ്പൊ തന്നെ തിരിച്ചു നോക്കൂ. ഇത്രയും കൂടുതൽ എന്ത് ഇതൊക്കെ ഓതിക്കൂടെയിരുന്നു ആയത്ത്? എന്തേ ഓതിയില്ല? നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ ആയത്തിലൊന്നും വിഷയത്തിനെ പറ്റിയ ഒരു കാര്യമില്ല. ഈ പറഞ്ഞ കാര്യത്തിലൊന്നും തന്നെ നമ്മുടെ വിഷയം എന്താ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്ന ദുആ ശിർക്കാകുന്നത് എപ്പോഴാണ് എന്നതാണ്. മനസ്സിലായില്ല? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്ന ദുആ ശിർക്കാവണമെങ്കിൽ അഭൗതികമായ നിലക്കുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് ഗുണം പ്രതീക്ഷിച്ചാലാണ് ശിർക്കാവുക എന്ന് നിങ്ങളെ എല്ലാ പുരോഹിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. അത് അവരോട് പറഞ്ഞുകൂടായിരുന്നു, അങ്ങനല്ല ഇങ്ങനെയാണ് ഞങ്ങളിപ്പോ പഠിച്ചതാണ് ശരിയെന്ന്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. ഇത് സത്യത്തിൽ നിന്ന് വിട്ടാൽ ആകാശത്ത് നിന്ന് വീണ പോലെ ഉണ്ടാവും. എവിടെ ഒരു ഒത്തും പിടിയും കിട്ടൂല സഹോദര. നിങ്ങൾ ഓതി ആയത്തൊക്കെ അല്ലല്ലാത്തവരോട് ദുആ ചെയ്യരുതെന്നാണ്. ആർക്കാണ് അതിൽ തർക്കമുള്ളത്? ഞങ്ങൾ ചെയ്യുന്നത് ദുആ ആണ് എന്ന് തെളിയിക്കുന്ന ഒരായത്തിന്റെ കഷ്ണങ്ങൾ ഓതിയോ? ഞങ്ങൾ ചെയ്യുന്നത് ദുആ അല്ല എന്നുള്ളതിന് ഞാൻ ആയത്ത് ഓതിയില്ലേ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു, അത് ആയത്തല്ലേ? അത് ഖുർആനിലുള്ളതല്ലേ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഖുർആനിൽ 11 സ്ഥലത്ത് അള്ളാഹ് മാത്രമാണ് വലിയ എന്ന് പറഞ്ഞു. പച്ച സാധുവോ? അപ്പൊ അള്ളാഹ് വൈരുദ്ധ്യം പറയുന്ന ആളാ? അള്ളാഹ് ഒരു സ്ഥലത്തറിയേ നിങ്ങളുടെ സഹായി അള്ളാഹുവാണ്, റസൂലുമാണ്, പിന്നെ മുഅ്മിനീങ്ങളുമാണ്. വേറെ സ്ഥലത്തല്ല അള്ളാഹ് മാത്രമാണ് കേട്ടോ സഹായി. എന്താ അള്ളാഹ്ക്ക് വിവരല്ലേ? ഇവര് നിങ്ങളെ പോലെ സലാം സുല്ലമി ഒന്ന് പറയാ, ചെറിയമ്മണ്ണ മറ്റൊന്ന് പറയാ, CP ഒന്ന് പറയാ, മൊയ്തീൻ സുല്ലമി വേറൊന്ന് പറയാ. ഇങ്ങനെയാണോ ഇസ്ലാമിന്റെ തൗഹീദ്? ഇത് അല്ലാത്തതിനാണെങ്കിലേ ഇഖ്തിലാഫ് ഉണ്ടാവുള്ളൂ. അള്ളാന്റെ അടുത്ത് ഇഖ്തിലാഫ് ഉണ്ടാവൂല. അള്ള അല്ലാത്തവരെടുക്കുന്നുണ്ടെങ്കിൽ ഇത് അള്ളാന്റെ കലാമ, അതിൽ ഇഖ്തിലാഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ള വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ഇമാം റാസി പറഞ്ഞു, നിങ്ങളുടെ ഹാഫിളുക്കും, നിങ്ങളുടെ സഹായിയാണ്, നിങ്ങളുടെ സംരക്ഷകരാണ്. എങ്ങനെ മൊയ്തീൻ ശൈഖ് കേൾക്കാന്നല്ലേ? വല്ലദീനാമനു മുഅ്മിനീങ്ങൾ സഹായിയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അതിന്റെ ഖണ്ഡനത്തിന് ചാൻസ് വരുമ്പോ. ഇതിൽ പറയട്ടെ, ഈ സാധു പറഞ്ഞ മറ്റു കാര്യങ്ങൾ പറയാം. ഇദ്ദേഹം ഒരു സ്ഥലത്ത് കട്ടു, വേറെ സ്ഥലത്ത് കൂട്ടി.
ഇതാണ് വഹാബിസം എന്ന് പറഞ്ഞാല്. വഹാബിസം എന്ന് പറഞ്ഞാൽ കക്കലും കൂട്ടലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ദുആ എന്താണെന്ന് തെളിയിക്കാതെ നിങ്ങൾ എത്ര ദുആ ഉള്ള ആയത്തോതിട്ട് യാതൊരു കാര്യമില്ല. ലാ തദൂ മഅല്ലാഹി അഹദ, നിങ്ങളെക്കാൾ കൂടുതൽ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഓതി തരണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ചെയ്യുന്ന ദുആ അത് നിങ്ങൾ ഈ പറഞ്ഞ അഭൗതികം എന്ന് പറഞ്ഞ അതാണ് ശിർക്ക് എന്ന് തെളിയിക്കണം മക്കളെ ആദ്യം. എന്നിട്ട് ഓതിക്കോ, 14 25 ആയത്ത് ഓതിക്കോ. ഇത് ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള കൈയൊട്ടുന്ന മക്കാ മുശ്രിക്കുകളാണ് കൈയൊട്ടുന്ന സംസ്കാരമുള്ളവർ എന്ന് പിന്നെ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനത്തെ സംസ്കാരമായിട്ട് മുശ്രിക്കുകളൊപ്പാണ് കൂടിക്കോ. പക്ഷേ ഞാൻ പറയുന്നു, ഞങ്ങളെ വാദം തെളിയിക്കുന്ന ഒരേ ഒരു ഖണ്ഡിക, ഒരു ഉദ്ധരണി, ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതൊന്നും തെളിവാവില്ല. നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം കട്ടത് നോക്കൂ. ഇദ്ദേഹം ദുആയെ വിശദീകരിച്ചു, നമ്മളെ ദുആയിൽ പെട്ടതാന്ന് പറയാൻ വേണ്ടിയിട്ട്. വമഅനാ ഹാദ ദുആഇ ത്വലബുൽ മനാഫിഇ വകശ്ഫുൽ മളാരി. മൗലവി ലത്തീഫ് മൗലവി അതിന്റെ ശേഷം ഒന്നും കൂടി ഉണ്ട്. കട്ടുവച്ചല്ലേ വായിച്ചത്? മിൻ ജിഹതിഹിം, മിൻ ജിഹതി, അവരുടെ ഭാഗത്ത് നിന്നുള്ള സഹായം, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവരുടെ സഹായാണോ? അള്ളാഹുവിന്റെ സഹായം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, നിങ്ങൾ എന്താ വിചാരിച്ച്? കട്ട് വായിക്കുക, പിന്നെ കൂട്ടുക. എന്താ ഓതി ഒരായത്തുണ്ടോ? ഇൻതദുഹും എന്ന് പറഞ്ഞാൽ എന്താ? ഇൻതസ്തഗീസു, നിങ്ങൾ അവരോട് സഹായം തേടുകയാണ്. ഇങ്ങോട്ട് അർത്ഥം വെക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഹാസ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടുന്നാ മൗലവിയായി കിട്ടുക? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഹാസ അങ്ങനുണ്ടോ? അങ്ങനെയുണ്ടൊക്കെ പറ. അങ്ങനല്ല. മറിച്ച് ഇൻതസ്തഗീസു എന്ന് പറഞ്ഞാൽ സഹായം തേടാൻ തന്നെ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താകുമ്പോൾ ഇസ്തിഹാസയാണ് ആ പറഞ്ഞത്. എന്താ? അല്ലാതെ ഒരു സഹായവും ആരോടും ഒരിക്കലും നേടാൻ പാടില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. പിന്നെ ലഹു ദഅവത്തുൽ ഹക്ക്, വേറൊരു ആയത്താണ്. ഓരോ ആയത്തിനും വിശദീകരിക്കാൻ സമയമല്ല. ലഹു ദഅവത്തുൽ ഹക്ക് എന്ന ആയത്ത്, ആ ആയത്ത് കഴിഞ്ഞ തൊട്ടുടനെയാണ് ഞാൻ ഓതിയ ആയത്ത്. നിങ്ങൾ കണ്ടില്ലേ? ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി. വിഷയാവതരണത്തിൽ ഞാനൊരു ആയത്ത് ഓതിയല്ലോ. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി എന്താ? സൂറത്തു റായിദിലെ 11-ാമത്തെ ആയത്താ. മലക്കുകൾ നിങ്ങളുടെ സഹായികളായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ മൗലവി പറഞ്ഞത് എന്താ അറിയോ? നിങ്ങളുടെ മൗലവി പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മലക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശബാബ് വാരികയിൽ എഴുതിയിട്ടുണ്ട്. നിഷേധിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? അള്ളാഹുവിനെയാണോ നിങ്ങൾ തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നത്? ഇതാ വായിക്കുന്നു, നോക്കൂ. ഞാൻ എന്റെ വക പറയല്ല. മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നൊരാൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കുവാൻ അള്ളാഹു കൽവി നേടിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു. എന്നാലും വിളിച്ചു തേടിയിട്ടില്ല, പിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചിട്ടുള്ളൂ. എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. വിളിച്ചു തേടുകയോ പൂജ നടത്തുകയോ ചെയ്താൽ വിശ്വാസത്തോടൊപ്പം കർമ്മത്തിലും ശിർക്ക് വന്നു, അല്ലെങ്കിലോ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പൊ ആർക്കാ പേശത്? ലഘു ദഅവത്തുൽ ഹക്ക് എന്ന് മാത്രം ഓതി തിന്നാ പോരാ, ബാക്കിയും കൂടി ഓതി. അപ്പൊ ആര് മുശ്രിക്കാകും? ചെറിയ മുണ്ട മുശ്രിക്കാകും. അപ്പൊ ആര് മുശ്രിക്കാകും? ബാക്കിയുള്ള നിങ്ങളുടെ ശബാബിലെ എത്ര എഴുത്തുകാരുണ്ട്, ഓരൊക്കെ മുശ്രിക്കാകും. പിന്നെ ആര് മുശ്രിക്കാവും എന്നറിയോ? ഇപ്പൊ പ്രസംഗിച്ച ലത്തീഫ് മൗലവി മുശ്രിക്കാവും. അതെങ്ങനെ? കാരണം ഇത് തസ്തഗീസൂന റബ്ബക്കും എന്നാണ്. റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് എന്താ റബ്ബ് ചെയ്തത്? മലക്കുകളെ ഇറക്കി സഹായിച്ചു പറഞ്ഞില്ലേ? അല്ലേ? മലക്കുകൾ സഹായിക്കുന്നു വിശ്വസിച്ച കാഫിറാവുന്നല്ലേ പറഞ്ഞത്? അല്ലേ? മൗലവി ഇങ്ങനെ വൈരുദ്ധ്യം പറയാൻ എന്തു പറ്റി നിങ്ങൾക്ക്? അതാണ് വിഷയം അവതരിപ്പിക്കുന്ന ആള് മുശ്രിക്കാവുമ്പോ പിന്നെ മറ്റാള് മുവഹിദാവും, മറ്റാള് മുവഹിദാവുമ്പോ ഇയാള് മുശ്രിക്കാവും, എഡിറ്റർ മുവഹിദാകുമ്പോ പിന്നെ വായനക്കാരും മുശ്രിക്കാവും, സെക്രട്ടറി പ്രസിഡന്റ് ആകുമ്പോ മറ്റാള്. ഇങ്ങനെ മുശ്രിക്കുകളുടെ പടയായി മാറിയില്ലേ നിങ്ങൾ? പിന്നെ കാര്യമായിട്ടൊന്ന് പറഞ്ഞൊരായത്ത്, വിഷയത്തിന് ബന്ധമില്ലാതെ ഒരായത്ത് കൂടി അദ്ദേഹം ഇന്നൊക്കെ സീറമിന റുഹ്ബാൻ എന്ന് പറയുന്ന ആയത്ത്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ തിന്നുന്നത്
ഹറാമ് തിന്നുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഉള്ള രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാലേ ഇന്ന കസീറം മിന റുഹ്ബാൻ എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് വർത്തമാനം പത്രത്തിൽ പോയി ഓതിക്കൊടുക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് ഈ പലിശക്കണിയിൽ അകപ്പെടുത്തി ജീവനക്കാരെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജനങ്ങളുടെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഇറങ്ങുന്ന ആയത്തുകൾ അത് ഇങ്ങനെയുള്ള സംവാദ വേദികളിലില്ല, അത്തരം സ്ഥലത്ത് പോയി ഓതിക്കൊടുക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.